നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം, നമ്മുടെ വീട്ടിലെ ദോഷങ്ങൾ വരുന്നുണ്ട്. മിക്കവാറും ആൾക്കാർ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പം തുടക്കം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരുപാട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറാറുണ്ട്. അങ്ങനെ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ ഈ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് അനുഭവ കഥകളുണ്ട്. നിങ്ങൾക്കത് ഈ ചാനൽ കയറി കാണാം. അതിന് എങ്ങനെയാണ് പ്രേതം പിടിക്കുന്നതെന്നോ അല്ലെ പ്രേതങ്ങൾ ഉണ്ടാകുന്നതെന്നോ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നോ അതിനെങ്ങനെ നേരിടണമെന്നോ ഒക്കെ കുറിച്ചുള്ള ഒരുപാട് എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിക്കാം. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ 1-2 ചെറിയ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി കൃത്യമായിട്ട് നോക്കിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദോഷങ്ങളും ഭാഗ്യങ്ങളും തുല്യമായി പങ്കിട്ട് പോകുന്നവരാണ്. അപ്പം നമുക്ക് എത്ര ഭാഗ്യമുണ്ടെങ്കിലും എത്ര ധനികനാണെങ്കിലും പല ദോഷങ്ങളും നമ്മളിലേക്ക് വരാം. അതിന് വരുന്നത് മനുഷ്യനിൽ നിന്ന് തന്നെയാണ് മനുഷ്യന് ദോഷങ്ങൾ വരുന്നത്. അതുപോലെ അതിൽ പ്രധാനപ്പെട്ടാണ് ഈ ശത്രുദോഷങ്ങൾ, കൻപേറദോഷം, നാവേറുദോഷം, വിളിച്ചപേക്ഷ ദോഷം എന്നൊക്കെ പറയുന്ന ദോഷങ്ങൾ. ഇത് നമ്മുടെ അയൽവാസികൾ തമ്മിലും നമ്മുടെ ബന്ധുക്കൾ തമ്മിലും സുഹൃത്തുക്കൾ തമ്മിലും ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ ഒരു കൻപേറ് ദോഷം വരുന്നതിന് ഇപ്പോൾ നമ്മൾ ഒരു ശത്രു തന്നെ അല്ലെങ്കിൽ നമുക്ക് വിരോധമുള്ള ഒരാൾ വേണമെന്നില്ല. നമ്മുടെ വളർച്ച കണ്ടിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു തന്നെ പറയുന്നു, ആ നന്നായിരിക്കും കേട്ടോ, നന്നായിരിക്കും എന്നിങ്ങനെ ഒന്ന് ഇരുത്തി പറയുമ്പോൾ അവരുടെ നാവിൻ്റെ ദോഷമായിരിക്കാം അത് നമുക്ക് ദോഷമായിട്ട് വരാം. ആ ഇരുത്തിയതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അതാണ് ഈ നാവേറ് ദോഷം. കൻപേറ് ദോഷം ഇതുപോലെ തന്നെ. ഒന്ന് കണ്ട് ആഗ്രഹിച്ചു പോയി അവരുടെ മനസ്സിലിങ്ങനെ നോക്കി, നന്നായിരുന്നു, എനിക്കും കൂടെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒപ്പിച്ചു, ഇങ്ങനൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നു. അതന്നെയാണ് ഈ കൻപേറ് ദോഷം. കണ്ണു വിട്ടു എന്നൊക്കെ പറഞ്ഞത് കൻപേറ് ദോഷം എന്ന്. അതുപോലെ ശത്രുത എന്ന് പറഞ്ഞാലും ഏകദേശം ഇതേ കണക്ക് തന്നെയാണ് വരുന്നത്. ഒരാളിൻ്റെ നന്മ, അയാൾ നന്നായി പോകുന്നു, പക്ഷെ എനിക്ക് അതുപോലെ എത്താൻ പറ്റുന്നില്ല, ഈ ഒരു ചിന്ത ഉണ്ടായാലും അയാളെ എങ്ങനെ നശിപ്പിക്കാം എന്നൊരു ക്രൂഡ് ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. അതിനുള്ള ഒരുപാട് വഴികൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അത് തേടി പോകുന്നു, അത് ചെയ്യുന്നു, അയാളെ നശിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഈ ദോഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് ദോഷം നമ്മളിലേക്ക് വന്നാലും തുടക്കം തന്നെ ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും നമ്മളെ വീട്ടിൽ അനുഷ്ഠിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുവാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും തുടക്കമാകുമ്പോൾ ഇനി ഞാൻ പറയുന്ന കർമ്മങ്ങളിൽ കൂടി ഇതിനെ നമുക്ക് സ്വയം പരിഹരിച്ച് കളയാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങൾ വരുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിനുള്ള വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന താൽക്കാലിക പരിഹാരങ്ങളെ കുറിച്ചും ഞാനത് എപ്പിസോഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യം വീട്ടിൽ നമ്മൾ സ്വയം ഉണ്ടാക്കി ചെയ്യുന്ന കർമ്മങ്ങളും അതുവഴി നമുക്ക് ഇത് കണക്കുള്ള ശത്രുദോഷങ്ങൾ, മരണദോഷം, വിളിച്ചപേക്ഷ ദോഷം, കൻപേറ് ദോഷം പോലുള്ള സകല ദോഷങ്ങൾ മാറ്റിക്കളയാൻ പറ്റും എന്നുള്ളതാണ്. വീണ്ടും പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അഘോരമൂർത്തിയെ കൊണ്ട് നമുക്കാര്യം ശത്രുദോഷത്തിന് നമ്മൾ ഭദ്രകാളിയമ്മ, അഘോരമൂർത്തി, നരസിംഹമൂർത്തി ഇങ്ങനെ ഉള്ള ദേവതകളെ ഇരുത്തിയാണ് നമ്മൾ പൂജ ചെയ്തിട്ടാണ് ഈ ശത്രുദോഷങ്ങൾ നമ്മൾ പൂർണ്ണമായും നമ്മൾ പരിഹരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ അഘോരമൂർത്തി എന്ന് പറഞ്ഞാൽ അത് മഹാദേവൻ്റെ ഒരു ഭാവമാണ്. അപ്പം ഈ അഘോരമൂർത്തിയെ നമുക്ക് ഭജിച്ചുകൊണ്ട് നമ്മളിലെ വീട്ടിലേക്ക് വരുന്ന ഇതേ കണക്കുള്ള ദോഷങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് വെച്ചാൽ പൂർണ്ണമായും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അഘോരം ജപിച്ച ഭസ്മം, അത് ഭസ്മത്തിലാണ് അതിന് കൂടുതൽ ഈ അഘോര മന്ത്രം പവർഫുൾ ആകുന്നത്. അപ്പോൾ അത് നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ ഇരിക്കുന്ന പോറ്റിമാരോട് പറയുക, അഘോരം ജപിച്ച് ഭസ്മം തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തരും. ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന പോറ്റിമാരെ സമീപിച്ചാൽ പിന്നെ ഒരു കാര്യം, അത് ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അവർ 1, 2, 3 കൂടിപ്പോൾ 10 പ്രാവശ്യം 11 പ്രാവശ്യം ജപിച്ച് തരും. അത്രയും പോരാ. 1008 ഉരു അഘോരം ജപിച്ച ഭസ്മമാണ് ശരിക്കും ഉള്ളൊരു
പവർഫുള്ളായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഭസ്മം നമ്മൾ സംഘടിക്കുക എന്നുള്ളതാണ്. അഘോരം 1008 അഘോര മന്ത്രം ജപിച്ച ഭസ്മം നമ്മൾ സംഘടിക്കുക. അത് കിട്ടും മിക്ക സ്ഥലത്തും. അത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമെന്നല്ല, നമ്മൾ എവിടെയെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന പൊറ്റിമാരുടെ അടുത്ത് പോയി നമ്മുടെ ആവശ്യം പറയുമ്പോഴത്തേക്ക് അവരത് ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് അവർ നിങ്ങൾക്ക് ജപിച്ച് തരുന്നതാണ്. അപ്പോൾ അതിനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമല്ലോ. അപ്പം നിത്യം വിളക്ക് കത്തിക്കുമെന്ന് ഒരു ചോദ്യമുണ്ട്. വിളക്ക് കത്തിക്കുന്ന ദിവസം അതിന് ഒരു 3-4 സ്ത്രീകൾ, പ്രായപൂർത്തിയായ സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് മാസത്തിൽ ഒരു ദിവസം പോലും ചിലപ്പോൾ നമുക്ക് കത്തിക്കാൻ പറ്റില്ല. എങ്കിലും കത്തിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ വിളക്കിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പൊന്തയിലോ ഒരു വലിയ കിണ്ടിയിലോ കുറച്ച് ശുദ്ധമായ പച്ചവെള്ളം അതിൻ്റെ മുന്നിൽ വയ്ക്കുക. വെച്ചതിന് ശേഷം ഈ നമ്മൾ ജപിച്ച ഭസ്മം, അത് കുറച്ച് കൂടുതൽ കിട്ടും, ആ ഭസ്മത്തിൽ നിന്ന് 3 നുള്ള് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടണം. സന്ധ്യയ്ക്ക് ദീപം കത്തിച്ചതിന് ശേഷം ആ ദീപത്തിൻ്റെ മുന്നിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് നല്ല ശുദ്ധമായ പാത്രവും ശുദ്ധമായ വെള്ളവും വയ്ക്കുക. വെച്ചതിന് ശേഷം 3 നുള്ള് ഭസ്മം അതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ മഹാദേവനോട് അല്ലെങ്കിൽ അഘോരമൂർത്തിയോട് നന്നായി പ്രാർത്ഥിക്കുക. എനിക്കോ എൻ്റെ വീടിനോ എൻ്റെ ഭൂമിക്കോ ശത്രുദോഷങ്ങൾ പോലുള്ള എന്ത് ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റിത്തന്ന് സകല ഭാഗ്യങ്ങളും തരണമേ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുക. അതവിടെ ഇരുന്നോട്ടെ. എന്നാലും ഒരു അരമണിക്കൂറോളം നമ്മൾ വിളക്ക് കത്തിച്ചു വയ്ക്കും. ഈ അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. വിളക്ക് അണയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വെള്ളവും പാത്രവും കൈകൊണ്ടെടുക്കുക. എടുത്തതിന് ശേഷം ആ വീട്ടിലെ നമ്മുടെ കുടുംബാംഗങ്ങൾ അപ്പോഴാരൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും ഇത് തീർത്ഥമായി കയ്യിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുക. അവരെല്ലാവരും ഉള്ളിൽ സേവിക്കുക. അതിനുശേഷം ആദ്യം നമ്മൾ ഇത് വീടിനകത്ത് എല്ലാ മുറികളിലും തളിക്കണം. ആദ്യം നമ്മളിത് കുറച്ച് ഉള്ളിൽ കഴിക്കുക. അതിനുശേഷം പിന്നീട് ചെയ്യേണ്ട വീടിനകത്ത് തളിക്കുക. വീടിനകത്ത് തളിച്ചതിന് ശേഷം വീടിന് പുറത്തും നമ്മൾ 4 ചുറ്റിനും ഇത് തളിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം വേണം നമ്മൾ പാത്രത്തിൽ വെക്കാനായിട്ട്. ഇതിങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു 90 ദിവസത്തോളം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ ഈ ദോഷങ്ങൾ, ശത്രുദോഷം, മരണദോഷം, വിളിച്ചപേക്ഷദോഷം, കൺപേർ ദോഷം പോലുള്ള എന്ത് ദോഷങ്ങൾ വന്നാൽ അത് വരില്ല എന്നുള്ളതാണ്. അപ്പം ഞാനിത് പറയാൻ കാര്യം, വന്നതിന് ശേഷം ചെയ്യുന്നതിനേക്കാളും നല്ലത് വർഷത്തിൽ ഒരു പ്രാവശ്യം, അതായത് വർഷത്തിൽ ഒരു 3 മാസം 90 ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഭസ്മം ലഭിക്കുകയാണെങ്കിൽ ആ ഭസ്മം വാങ്ങിച്ച് ഞാൻ ഈ പറഞ്ഞ ചിട്ടവട്ടത്തോടുകൂടി വീടിനുള്ളിലും അകത്തും പുറത്തും തളിച്ച് നമ്മളും ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ദോഷം വന്നിട്ട് അല്ലെങ്കിൽ ദോഷം വന്നതിന് ശേഷം നമ്മൾ പരിഹരിക്കാൻ പോകുന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഇനി ഒരുത്തൻ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കളം വെച്ച് മന്ത്രവാദം ചെയ്ത് നമുക്ക് കൂടോത്രം ചെയ്തു തരാൻ നോക്കിയാൽ പോലും അത് ഫലിക്കില്ല എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി കൂടിക്കൊണ്ടേയിരിക്കും. ഈ വരുന്ന നെഗറ്റീവുകളെ അടി കൊടുത്ത് ഒട്ടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ല പോസിറ്റീവ് നമ്മുടെ വീട്ടിലുണ്ടാകും. ഇതൊക്കെ ശക്തമായി നമ്മൾ ചെയ്യേണ്ടുന്ന ആചാരങ്ങളാണ്. അപ്പം ഇതിങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് യാതൊരുവിധ നെഗറ്റീവും പിന്നെ വരില്ല. അതിനൊരു സംശയവും വേണ്ട. ഇല്ല എന്ന് ഇതൊക്കെ വന്ന് നമ്മളിതൊന്നും ചെയ്യാതെ ഇതൊക്കെ വന്നു പോയാൽ പിന്നെ നമ്മൾ ഒരുപാട് പൈസ മുടക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു രക്ഷ നമുക്ക് നേടുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വന്നോ വന്നില്ലയോ അങ്ങനെ സംശയങ്ങളുള്ളവർക്ക് പോലും ഇത് ചെയ്ത് ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരോട് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനോടൊപ്പം ഞാൻ പൂജയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിലും ഈ പൂജ കഴിഞ്ഞതിന് ശേഷം ഇത് എനിക്ക് അഘോരം ജപിച്ച ഭസ്മം ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. അവരോട് ഇങ്ങനെ ഞാൻ കലക്കി തളിക്കാനും പറയാറുണ്ട്. കാരണം നമ്മൾ പൂജ ചെയ്ത ദോഷങ്ങൾ മാറിയെങ്കിലും അടുത്ത നിമിഷം മറ്റു ദോഷങ്ങൾ വരാതെ ഇരിക്കുവാൻ ഇങ്ങനെ ഭസ്മം കലക്കി തളിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം അത് നിങ്ങൾ കൃത്യം ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലുള്ള ദോഷങ്ങൾ, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ മാനസിക നിലയെ, നമ്മുടെ സാമ്പത്തിക നിലയെ, നമ്മുടെ ദാമ്പത്യത്തെ, നമ്മുടെ കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു ദോഷങ്ങളും നിങ്ങളിലേക്ക് വരില്ല എന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ
കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട്, അത് ഞാൻ നേരിട്ട് വന്ന് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതായത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം. അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരെ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.